ലോഡ് എന്റെ വോയിസ് ക്ലിയർ ആവാൻ എല്ലാവർക്കും? ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. ഞാൻ ഇന്നധികം വലിച്ചു നീട്ടത്തില്ല, ഞാൻ പെട്ടെന്ന് തീർക്കും. അതിന്റെ ഇന്ന് 14 തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുറെ നാളായിട്ട് നമ്മൾ 14 തന്നെ ഇങ്ങനെ നിൽക്കുക. ബട്ട് ഒത്തിരി ആത്മീയ മർമ്മങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു ചാപ്റ്ററാ യോഹന്നാൻ 14. സോ നമ്മൾ ഇന്ന് കോറായിട്ട് നോക്കാൻ പോകുന്നത്, ഞാൻ അധികം സംസാരിക്കത്തില്ല, കോറായിട്ട് നോക്കാൻ പോകുന്ന ഒറ്റ കാര്യം വൺനെസ്. ഓക്കെ, വൺനെസ്. അതായത് അതിന്റെ ഒരു വാക്യം വായിക്കാം, യോഹന്നാൻ 17:20-21. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാന്ന് നോക്കിയിട്ട് കർത്താവ് നമ്മളിൽ നിന്ന് എന്തുവാ ഡിമാൻഡ് ചെയ്യുന്നു, കർത്താവ് കാരണം ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ത്? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണെന്ന് നമ്മൾ അറിഞ്ഞാലേ ആ അറിവ്, കാരണം 1 കൊരിന്ത്യർ 3:16 പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, നിങ്ങൾ അറിയുന്നില്ലയോ? ആ അറിവാണ്, വചനപ്രകാരമുള്ള അറിവാണ് നമ്മളെ ഹോളിനെസ്സിലോട്ട്, വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ ഇച്ചിരൂടെ നമ്മളെ എംപവർ ചെയ്യുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതും ഈ വചനത്തിൽ നിന്നുള്ള അറിവാണ്. വായിക്കാം, യോഹന്നാൻ 17:20-21, 21-22. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അപ്പം അതിന്റെ അടുത്ത വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഹി വോണ്ട്സ് ടു ബി ഇൻ ഫെലോഷിപ്പ് വിത്ത് അസ്. അപ്പം 6 ദിവസം ഏതനിലാണെ പോലും കർത്താവ് ഭയങ്കര ഡീസന്റ് ആയിരുന്നു. 6 ദിവസം നീ പണിയെടുത്തോ, 7ാമത്തെ ദിവസം ദൈവമായിട്ട് ഒരു കംപ്ലീറ്റ് ഫെലോഷിപ്പ്, എ കംപ്ലീറ്റ് കമ്മ്യൂണിയൻ. ഇത് കർത്താവിന് നിർബന്ധമാണ്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തുവാ? പിതാവും ക്രിസ്തുവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നാകേണ്ടതിന്. അപ്പം നമ്മൾ ഈ വൺനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. കാരണം 1 യോഹന്നാൻ 2 നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ല, ആ വാക്യം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 1 യോഹന്നാൻ 2:6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പം യോഹന്നാൻ 14:21 പറയുന്നു എന്തുവാ? എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഒറ്റ കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ദൈവം നമ്മളെ അകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നു. സിമ്പിൾ. യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുന്നത് പോലെ പിതാവും പുത്രനും എങ്ങനെ ഒന്നായിരിക്കുന്നു, ആ ഒരു വൺനെസ്സിലോട്ട് ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നു? നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഇൻവിറ്റേഷൻ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നു? ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് ആ ഇൻവിറ്റേഷനിലോട്ട്, ആ ഒരു ഡിവൈൻ ഫെലോഷിപ്പിലേക്ക് ആക്സസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുവോ അത്രത്തോളം നമുക്ക് ഈ ഡിവൈൻ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം കർത്താവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ റിവീൽ ആകണമെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ കൊളാബറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് റോമാലേഖനം 8 ഇത് തന്നെയാ പറയുന്നത്. റോമൻസ് 8, റോമാലേഖനം 8:16 വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് കൂടെ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, സ്മോൾ എസ് നമ്മുടെ സ്പിരിറ്റും ക്യാപിറ്റൽ എസ് ഹോളി സ്പിരിറ്റും. അപ്പം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ മരിച്ചു കിടന്ന, നമ്മുടെ ഡെഡനായി കിടന്ന ആത്മാവിനെ എംപവർ ചെയ്യും? ദൈവത്തിന്റെ ആത്മാവ് കോൺസ്റ്റന്റ് ആയിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുവാ? യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പം
ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ഫുൾനെസ്സിലാണ് നമ്മളിൽ വസിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫുൾനെസ്സില. അല്ലാതെ ഇന്ന ലെവൽ കയറുമ്പോൾ കുറച്ച് സ്പിരിറ്റ് തരും, ഇന്ന ലെവൽ കയറുമ്പോൾ കുറച്ച് സ്പിരിറ്റ് തരും, അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ഫുൾനെസ്സില, ആസ് എ പേഴ്സണാലിറ്റി അതിന്റെ ഫുൾനെസ്സിലാണ് നമ്മളിൽ വസിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ ആത്മാവിനെ അലൗ ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ ആത്മാവിന് സറണ്ടർ ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ ആത്മാവ് ദൈവപ്രവർത്തിക്ക് മുമ്പിൽ ഹംബിൾ ചെയ്യുന്നോ, അത്രത്തോളം ആര് നമ്മളിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യും. ആ, അപ്പം ഒരു വ്യക്തി, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ സ്പിരിറ്റിന്റെ ഫുൾനെസ്സിലാണ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവ്, നമ്മൾ എത്രത്തോളം ദൈവാത്മാവ് നടക്കുവാൻ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നോ, അത്രത്തോളം ദൈവത്തിന്റെ, കാരണം ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പം ക്രിസ്തുവിനെ വിശുദ്ധിയോടെ നടത്തിയ അതേ ആത്മാവ് ആരുടെ ഉള്ളിൽ ഇരിക്കുന്നത്? ആ, പൗലോസിനിൽ ഉള്ളിൽ ഉള്ള അതേ ആത്മാവ് ആർക്ക് തന്നേക്കുന്നത്? ആ, ഏലിയാവിന്റെ ആ സമയത്തുള്ള അതേ ആത്മാവ് ആർക്കുള്ളത്? പത്രോസിൽ വ്യാപരിച്ച അതേ ആത്മാവ് ആർക്ക് തന്നേക്കുന്നേ? അതിലാർക്കും പാർഷ്യാലിറ്റി ദൈവം കാണിച്ചിട്ടില്ല. ഒരാൾ എത്രത്തോളം ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുന്നോ അത്രത്തോളം അവൻ ദൈവാത്മാവ് അവന്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. സോ സിമ്പിൾ. അതിനുള്ള കണ്ടീഷനാ 21 വാക്യം പറയുന്നത്. എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. അപ്പം ഉള്ളിലുള്ള ദൈവാത്മാവിനെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാ? ആ, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിക്കണം. നമ്മുടെ അജണ്ടയോ നമ്മുടെ തീരുമാനങ്ങളോ എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും കേവലം സ്പിരിച്വൽ ഗിഫ്റ്റ്, കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ആര് നമ്മളിലൂടെ വെളിപ്പെടും? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം. എന്തുവാ? ഇപ്പൊ ഒരാളോട്, നിങ്ങളുടെ ശത്രുവാകട്ടെ, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ വഴി വെച്ച് കണ്ടു. അപ്പം നിങ്ങൾ ഒരു വചനം, ഇപ്പൊ ഒരു ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ചർച്ചിന് വെളിയിൽ ഇറങ്ങി, നിങ്ങളൊരു ശത്രുവിനെ കണ്ടു. നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു ശത്രുവാ. അന്ന് പ്രസംഗിച്ചത് നിന്റെ കയൽക്കാരനെയും നിന്റെ ശത്രുവിനെയും നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പം നിങ്ങൾ ചർച്ചിനെ വെളിയിൽ ഇറങ്ങിയിട്ട് ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്തുവാ? കേട്ട വചനം ഒന്ന് വർക്ക് ചെയ്യും, അല്ലേ? ഇതാ നമ്മുടെ അകത്തെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്തുവാ? അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണം. ഈ അകത്തെ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് വിങ്ങല് കൊള്ളുമ്പോ ഇതാരാ തടയുന്നേ? നമ്മളാ. അപ്പൊ ആത്മാവിനെ, അതുകൊണ്ട് റോമലേഖനം 8:12 തോന്നുന്നു, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പം എല്ലാ വിഷയങ്ങളിലും ആര് നമ്മളെ നടത്തണം? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഗലാത്യർ 5 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ. ഇനി നിങ്ങൾ അത് ആത്മാവിന്റെ ഫലം ഒന്ന് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ ഓരോ സർക്കംസ്റ്റാൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യവും ഒന്ന് അനലൈസ് ചെയ്യണം. ഇപ്പൊ വഴിയിൽ ഒരു വേപ്പ് വലിച്ച് കഞ്ചാവ് അടിച്ച് കിടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ സിമ്പതിയാണോ വരുന്നത്, അതോ ഉള്ളിന്റെ അകത്ത് ആരോ ഇവര്
ദൈവസ്നേഹം അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞൊരു വിഷമമാണോ? ദൈവസ്നേഹത്താൽ അവരെ നേടാനുള്ള ഒരു 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 അകത്തെ ഉണ്ടല്ലോ, നമ്മൾ വിധിക്കാതെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതെ, ആ നമ്മൾ അറിഞ്ഞ സ്വസ്ഥതയും ദൈവസ്നേഹവും അവരും അറിഞ്ഞായിരുന്നെങ്കിൽ, അപ്പം ഈ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പേഴ്സണാലിറ്റിയാ ആത്മാവിന്റെ ഫലങ്ങൾ കേട്ടോ. ദൈവാത്മാവിന്റെ പേഴ്സണാലിറ്റി എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗലാത്യർ 5:22 ദൈവാത്മാവ് സ്നേഹിക്കും, സന്തോഷിക്കും, സമാധാനം തരും, ദീർഘക്ഷമ തരും. ഇതല്ലാവ ദൈവാത്മാവിന്റെ പേഴ്സണാലിറ്റി. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പുറത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആർക്ക് വിധേയപ്പെട്ടാലേ പറ്റത്തുള്ളൂ? ഇങ്ങനെ ജീവിക്കുമ്പോൾ അറിയാം നമ്മൾ ആരെ അനുസരിച്ചാ നടത്തുന്നത്. എനിക്കറിയാം ഇച്ചിരി കട്ട് ചെയ്യാന്നറിയാം. ഇതിനു വേണ്ടിയാ ആര് ഈ വണ്ണസിലോട്ട് വിളിച്ചേ? ദൈവം നമ്മളെ എങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു? പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ഞാനും നമ്മളും അവനിൽ ഒന്നാകേണ്ടതിന്, അല്ലാതെ ശുശ്രൂഷ ചെയ്യാൻ മാത്രമല്ല കേട്ടോ. അപ്പം നമ്മുടെ ഹോൾ ലൈഫ് ആര് നടത്തണം? നമ്മൾ ചുമ്മാ പറഞ്ഞു വിടും, ഇനി നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല, ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുവല്ലോ, ഇങ്ങനെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ഇനി താന്താങ്ങൾ ഉൾക്കൊള്ളവർ അല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ടവരാ? നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ഒരു സാഹചര്യത്തെ, സർക്കംസ്റ്റാൻസിനെ വാല്യൂ ചെയ്യുന്നു, ദൈവവചനപ്രകാരം എങ്ങനെ വാല്യൂ ചെയ്യുന്നു, അത് നമ്മുടെ ശരീരത്തിലൂടെ റിലീസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥപ്പെട്ടവരാ. ഇതാ 1 യോഹന്നാൻ 2:7 അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. നിങ്ങൾ സുവിശേഷം മൊത്തം വായിച്ചാൽ അറിയാം എങ്ങനെ ദൈവം കർത്താവ് ഒരാളെ ട്രീറ്റ് ചെയ്തു. കാരണം സൗഖ്യമാക്കാൻ പോകുമ്പോ ആര് കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല, ഒരു സിമ്പതി ആയിരുന്നു, അവരോട് മനസ്സലിഞ്ഞെന്നൊക്കെയാ വായിക്കുന്നത് അല്ലെ. യൂദായെ അന്ത്യത്തോളം സ്നേഹിച്ചു, അവസാനം വരെ ചാൻസ് കൊടുത്തു. ഇതെല്ലാം അവനെതിരെയാ ചെയ്തെന്ന് അറിഞ്ഞിട്ടും ആര് ചാൻസ് കൊടുത്തു? യൂദയെ അവൻ അന്ത്യത്തോളം സ്നേഹിച്ചു. അപ്പം ഇങ്ങനൊക്കെ നമുക്ക് പല പ്രസംഗം കേൾക്കുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഗലാത്യർ 5 ഇതാ നമ്മൾ ഇവിടെയാ നമ്മൾ പെട്ട് കിടക്കുന്നത്. ഗലാത്യർ 5:17 വാക്യം. അപ്പൊ ഈ ഒരു സർക്കംസ്റ്റാൻസ് വരുമ്പോൾ ഈ വാക്യം ഇച്ചിരൂടെ നമുക്ക് കത്തും. 16-17 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. അപ്പൊ നമ്മൾ എന്തിന് ബാധ്യസ്ഥപ്പെട്ടവരാ? ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവരാ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കയില്ല. അതിന്റെ അടുത്ത വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം. അവ തമ്മിൽ, ഞാനൊരു നിസ്സാര എക്സാമ്പിൾ, അത് നമ്മൾ ചർച്ചിന്റെ കേസ് തന്നെ എടുത്തോ. ഇപ്പം ശത്രുവിനെ കണ്ടു, നമ്മുടെ അകമേ ഉള്ള മനുഷ്യന് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് പോയി ക്ഷമ ചോദിക്കണമെന്ന്. പക്ഷെ ആര് സമ്മതിക്കത്തില്ല? നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വചനം ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തുവാ? പോയി കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണമെന്നാ. പക്ഷെ അത് തടുക്കുന്നത് ആരാ? ജഡമാ. നമ്മൾ ഇതിനെ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇതിന് എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ എന്തായാലും രക്ഷപ്പെടണമല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഐഡന്റിറ്റി എന്തുവാ? നമ്മുടെ ഐഡന്റിറ്റി സ്പിരിറ്റാ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ നമ്മുടെ ഐഡന്റിറ്റി ബോഡിയോ, ലോകത്തിൽ നമ്മുടെ ഐഡന്റിറ്റി ബോഡിയും സോളും ഒക്കെ ആയിരിക്കും. പക്ഷെ ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് 1 കൊരിന്ത്യർ 3:3 പറയുന്നു ദൈവം ആത്മാവാകുന്നു. അപ്പൊ ദൈവം ആത്മാവാണെങ്കിൽ നമ്മളെ പുതു സൃഷ്ടിയാക്കിയിരിക്കുന്നത് വി നീഡ് ടു പ്രയോറിറ്റൈസ് അവർ ഹ്യൂമൻ സ്പിരിറ്റ്.
where the Holy Spirit dwells. അപ്പം ആ നമ്മൾ ഐഡന്റിറ്റി. അപ്പം അതുകൊണ്ട് ആ റോമർ 7 ഒരു വാക്യമുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യം, റോമർ 7:20 വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഈ ജഡവും ആത്മാവും തമ്മിലുള്ള ബാറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് റോമർ 7:20 ഉണ്ട്. ഞാൻ 19-ാമത്തെ വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്ര എന്നിൽ നിന്ന് പുറപ്പെടുന്നത്. ഓക്കെ. 20, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. ശരിക്കും പൗലോസിന്റെ കേസ് അങ്ങ് എടുക്കുക. പൗലോസിന്റെ ജഡത്തിൽ നിന്നല്ലേ ഈ പ്രവൃത്തി പുറപ്പെടുന്നത്, അല്ലെ? അല്ലെ? പൗലോസിന്റെ അകത്തെ മനുഷ്യന് നല്ല ഇച്ഛയാ, പക്ഷെ വെളിയിൽ വരുന്നത് എന്തുവാ? തിന്മ. അല്ലെ? അല്ലെ? അപ്പൊ ആ ശരിക്കും ഇത് ചെയ്യുന്നേ പൗലോസ് തന്നെയാണ് ചെയ്യുന്നേ. പക്ഷെ പൗലോസിന് ആ ജഡത്തോട് ഐഡന്റിഫൈ ആകാൻ താല്പര്യമില്ല. നമ്മൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ നമ്മൾ ഏതിനോട് ഐഡന്റിഫൈ ആകുന്നു, നമ്മൾ ഏതിനോട് പ്രയോറിറ്റൈസ് ചെയ്യുന്നു? നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജഡത്തിന് വേണ്ടി ചിന്തിക്കാം. 2 ഓപ്ഷൻസ്. ഒന്നേ നിന്റെ ആത്മാവിന് വേണ്ടി ചിന്തിക്കാം. നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞു, വചനം മനസ്സിലായി കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ടും നമ്മൾ സ്റ്റിൽ നമ്മുടെ ജഡത്തിന് വേണ്ടി ചിന്തിക്കുവാണെങ്കിൽ അത് വിശുദ്ധ ജീവിതം നമുക്ക് ജീവിക്കണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് നമ്മൾ ആർക്ക് കൈ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ കൈ കൊടുക്കുന്നോ അതോ സോ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് കൈ കൊടുക്കുവാണെങ്കിൽ എന്ത് പുറത്തോട്ട് വരും? ഈ ആത്മാവിന്റെ ഫലം പുറത്തോട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാ അവന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവന്റെ ദിവ്യ ശക്തിയാൽ നമുക്ക് സകലവും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ബൈ ഹിസ് ഡിവൈൻ പവർ ഹി ഹാസ് ഗ്രാൻഡഡ് അൺടു us everything pertaining to life and godliness. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ അപ്പൊ പൗലോസിനും ഇത് തന്നെ ആഗ്രഹം. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തു എങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുവോ, ഒരു സർക്കംസ്റ്റാൻസ് ഫേസ് ചെയ്യുവോ, അതുപോലെ തന്നെ ഫേസ് ചെയ്യാൻ ആർക്കും ആഗ്രഹം? പൗലോസിനും ആഗ്രഹം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ പിടിച്ചു എന്നോ ഒന്നും നിരൂപിക്കുന്നില്ല, ഞാൻ തികഞ്ഞവനായെന്നോ നിരൂപിക്കുന്നില്ല. പൗലോസ് പോലും ഇങ്ങനെ പറയുന്നത്, എങ്കിലും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ സകലവും ചപ്പും ചവറും എണ്ണി ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക്, പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നിങ്ങൾ പിൻപിലുള്ളത് മറക്ക്. നിങ്ങൾ മുമ്പിലുള്ള ആ പരമവിളിയുടെ വിരുദ്, ദാറ്റ് ഇസ് എന്തുവാ? നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ ജീവിതം. നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചത് വിട്. പക്ഷെ ഇന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ത്രിയേക ദൈവത്തിന് നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, if you are ready to cooperate with the Holy Spirit in you, നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് ടേൺ ആവും. നിങ്ങൾ ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ തിങ്, സിമ്പിൾ തിങ്. അപ്പൊ ഇത് തന്നെയാ ആത്മാവിൽ നടക്കുന്ന, ദൈവാത്മാവിൽ, അതായത് ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ തന്നെയാണല്ലോ വചനം. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇതാ വണ്ണസ് എന്ന് പറയുന്നത്. പിതാവ് പുത്രനിൽ ഇരുന്ന പോലെ എന്തുവാ, നമ്മൾ ആ ത്രിയേക ദൈവത്തിന്റെ യൂണിയനിൽ ജീവിക്കുന്നു.
ഇതിനു വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിച്ചേക്കുന്നത്. പരമപ്രധാനമായ ഉദ്ദേശം. ഇത് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ശുശ്രൂഷയൊക്കെ ഫോളോ ചെയ്തോളും. അപ്പൊ കൂടുതൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ വണ്ണസിനകത്ത് എന്നാ ചെയ്യണം? നിലനിൽക്കണം. അപ്പൊ നമ്മൾ ഇത്ര നാള് ശത്രുവായിരുന്ന വ്യക്തിയെ പോലും നമ്മൾ ക്രിസ്തു എങ്ങനെ കാണുമോ? ക്രിസ്തു അല്ലേ പറഞ്ഞേ 70 വട്ടം ക്ഷമിക്കണമെന്ന്. ഇത് മനുഷ്യനാൽ അസാധ്യം. പക്ഷെ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ പൗലോസ് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ. അപ്പൊ ക്രിസ്തു നമുക്ക് വെളിപ്പെട്ട് കിട്ടും തോറും, കൂടുതൽ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് കിട്ടും തോറും, ഇതിനു വേണ്ടി ആര് വന്നേ? പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നമുക്ക് വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഒരു 2 വർഷം പിന്നിലോട്ട് നോക്കിയിട്ട് ഈ അനുകമ്പയും ഈ ഒരു മറ്റുള്ളവരെ കരുതുന്ന സ്വഭാവവും മറ്റുള്ളവരെ എന്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്നതായിരുന്നല്ലോ. പക്ഷെ സംതിങ് ചേഞ്ച്. ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പണ്ട് ആൾക്കാരോട് ദേഷ്യം ഇടപെട്ടോണ്ടിരുന്നത്. ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഭയങ്കര വചനം ഭയങ്കരമായിട്ട് എന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാവും ഭയങ്കരമായിട്ട്. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നവന്റെ പ്രത്യേകതയാ ലോകത്തിന് അവനെ മനസ്സിലാകത്തില്ല. അവർക്കറിയാം എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ യോഹന്നാൻ 14:17 ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനവനെ ലഭിക്കുവാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ ലോകത്തോട് ഐഡന്റിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ഇൻ ഐഡന്റിഫൈങ് വിത്ത് ദ വേൾഡ്, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ലോകത്തോട് കൺഫേം ആയിക്കൊണ്ട്, അല്ലാതെ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഫുൾനെസ് എങ്ങോട്ട് വരത്തില്ല? നമ്മുടെ മൺകൂടാരം പൊട്ടിച്ച് അത് വെളിയിലോട്ട് വരത്തില്ല. ആ ട്രഷർ അതുപോലെ മൺകൂടാരമായിട്ട് അതുപോലെ ഇരിക്കും. പക്ഷെ നമ്മുടെ മൺകൂടാരം ഉടയാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കും. ലോകത്തിന് അറിയാൻ പറ്റാത്ത ഒരു ട്രഷർ. ഇതാ 1 കൊരിന്ത്യർ 2:10 പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് വരും. അതിന്റെ 12ാമത്തെ വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇച്ചിരൂടെ സൂപ്പർ കേട്ടോ. നൗ വി ഹാവ് റിസീവ്ഡ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ബട്ട് ദ സ്പിരിറ്റ് ഹു ഈസ് ഫ്രം ഗോഡ്, സോ ദാറ്റ് വി മേ നോ ദ തിങ്സ് ഫ്രീലി ഗിവൻ ടു അസ് ബൈ ഗോഡ്. ആ ഫ്രീലി എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദൈവം നമുക്ക് എന്തെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടാലേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഒരു പെർഫെക്റ്റ്നെസ് വിശുദ്ധ ജീവിതം, ഈ പെർഫെക്റ്റ് കർത്താവ് എങ്ങനെ നടന്നോ അതേപോലെ നടക്കണമെങ്കിൽ, ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. 2, നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മൾ ലോകത്തോട് കൺഫേം ആകണോ അതോ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യണോ. ഇങ്ങനെ വിളിക്കുന്നവരുടെ പേരാ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുന്നവർ. അവർ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വെളിപ്പെടും. നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ജഡത്തിൽ പ്രശംസിക്കാൻ ഒരു വകയില്ല. ഒറ്റ കാര്യം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ നമ്മൾ ഇതിനെല്ലാം സഹായിക്കുന്നത്.
ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹീസ് ദ ഇമ്മീഡിയറ്റ് സോഴ്സ്, ഇമ്മീഡിയറ്റ് ആക്സസ്. ദൈവം നമുക്ക്, പിതാവായ ദൈവം, പുത്രനായ ദൈവം ക്രിസ്തു നമുക്ക് തന്നിട്ട് പോയ ഇമ്മീഡിയറ്റ് ആക്സസ് ആ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എത്രത്തോളം സൂപ്പറായിട്ട് നല്ലപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയുന്നോ, അത്രത്തോളം ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര സിമ്പിളാ. ഞാൻ ഈ ലോകം അവനെ അറിഞ്ഞിട്ടില്ല. ഇത് ഇച്ചിരി കൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പുറപ്പാട് 24:18 ഒരു വാക്യമുണ്ട്. പുറപ്പാട് 24:18. അത് ഇച്ചിരി കൂടെ എളുപ്പമാവും. എന്തുവാ ലോകം അറിയാത്ത? എങ്ങനെയാ ലോകത്തിന് അറിയാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ഒരു കാര്യം? പുറപ്പാട് 24:18. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവിലും. ദൈവാത്മാവിന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നവൻ ഈ തേജസ്സിനകത്തായിരിക്കും, ഈ പ്രസൻസിനകത്തായിരിക്കും. അവനെ താഴെയുള്ള നോർമൽ ഇസ്രായേൽ മക്കൾ കണ്ടു കഴിഞ്ഞാൽ മേളി മേഘം മാത്രമേ കാണത്തുള്ളൂ, ഇവനെ കാണത്തില്ല. ഇതേ പ്രിവിലേജിലേക്ക് ആരെ വിളിച്ചേക്കുന്നേ? നമ്മളെ വിളിച്ചേക്കുന്നേ. ഇത് തന്നെ ഹാനോക്കും ചെയ്തേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നത് അവനെ ഉൽപ്പത്തി 5:22. ഉൽപ്പത്തി 5:22. ഇതേ പ്രിവിലേജാ. നമ്മള് ലോകവുമായിട്ട് ഐഡന്റിഫൈ ആകാതിരിക്കാൻ, നമ്മള് ദൈവാത്മാവുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഐഡന്റിഫൈ ആകുവാണെങ്കിൽ ലോകത്തിന് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ലൗകികമായ ആൾക്കാർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവര് നിങ്ങളെ പകയ്ക്കുമെന്ന്. കാരണം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയതാ, നിങ്ങൾ ലൗകികന്മാർ അല്ലാത്തത് കൊണ്ട് അവര് നിങ്ങളെ പകയ്ക്കും. ലോകത്തോട്, കാരണം പർവ്വതത്തിന് താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് മേഘത്തിനകത്തിരിക്കുന്ന മോശയെ കാണാൻ പറ്റത്തില്ല. അവര് വിചാരിച്ചാലും നടക്കത്തില്ല. ഉൽപ്പത്തി 5:22. 24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. സിമ്പിൾ. ഇത് തന്നെ ഗലാത്യ ലേഖനം 5 പറഞ്ഞേക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. നിങ്ങൾ ഇന്നും തീരുമാനം എടുക്കും, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ഞാൻ പൂർണ്ണമായിട്ട് നടക്കും. ആ കോൺസ്റ്റന്റ് ഫെലോഷിപ്പും കോൺസ്റ്റന്റ് കമ്മ്യൂണിയനകത്ത് ഞാൻ നടക്കും. അവൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണോ, അവൻ നിങ്ങൾക്ക് എന്തെല്ലാം ആകണോ, അതെല്ലാം ആയിത്തീരും. നിങ്ങൾ ആ പ്രസൻസിനകത്താണോ? മോശ എന്തിനെ കുറിച്ചല്ലോ അതിനകത്തിരുന്ന് ഭാരപ്പെട്ടോ? ഇല്ലല്ലോ. പിന്നെ അതിനകത്തുനിന്ന് വെളി വന്നപ്പോഴല്ലേ ഇസ്രായേൽ മക്കള് വിഗ്രഹം വാർത്ത ഉണ്ടാക്കുവാന്ന് പോലും അറിഞ്ഞേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ എന്തെങ്കിലും ഭാരം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. നമ്മളെ ഈ സ്വസ്ഥതയിലേക്കാണ് വിളിച്ചേക്കുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ട ചില കാര്യം അതേ ഉള്ളൂ. വചനം പ്രമാണിക്കുക, ദൈവാത്മാവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കുക. അതുകൊണ്ടാ ദോഷികളായ മക്കൾക്ക് ദോഷികളായ അപ്പന്മാർ തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണോ? ദ ഓൺലി വൺ സൊല്യൂഷൻ ഈസ് ദ ഹോളി സ്പിരിറ്റ്. അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നമ്മുടെ സഹായകന, നമ്മുടെ കംഫർട്ടറാ, നമ്മുടെ കൗൺസിലറാ, നമ്മുടെ ഇന്റർസെസറാ, എന്തെല്ലാം ആകണോ, എന്തെല്ലാം. നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് അഫയേഴ്സ് നടത്തും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാ പറഞ്ഞേക്കുന്നത്. സകല സത്യവും. എന്റെ കർത്താവ് സകല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ലാതെ പോകത്തില്ലല്ലോ. നിങ്ങളുടെ പ്രസന്റ് ലൈഫിലും നിങ്ങളുടെ വരുവാനുള്ള നിത്യതയ്ക്കുള്ളതും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി കരുതും.
ഈ വണ്ണസ് ഭയങ്കരമായിട്ട് നമ്മൾ പ്രാക്ടിക്കലി ഇമ്പോസ് ചെയ്യുന്നത് നമ്മുടെ പ്രയർ ലൈഫിലാണ്. വൺ ഓഫ് ദ മെയിൻ തിങ് നമ്മുടെ പ്രയർ ലൈഫ്. ഇതെങ്ങനെ ഈ വണ്ണസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതുകൂടെ നോക്കാം. ഫിലിപ്പിയർ 4 എല്ലാവർക്കും അറിയാവുന്ന വാക്യം, ഫിലിപ്പിയർ 4:6. ഒന്നെടുക്കുക, എല്ലാവരും ഒന്നെടുത്ത്. കാരണം നമ്മൾ ഈ വായിക്കുന്നതൊക്കെ, നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ആവണം. ഫിലിപ്പിയർ 4:6 സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. മതി. ഓക്കെ, അതിന്റെ അടുത്ത വാക്യത്തോട് നമുക്ക് പിന്നെ പോകാം. നമ്മുടെ നോർമൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നു, അല്ലെ? നമ്മൾ മനുഷ്യരാ, നമ്മൾ ഈ താണ ലോകത്ത് ജീവിക്കുന്നവരാ, നമുക്ക് പല ആവശ്യങ്ങളും എന്തുവാ എല്ലാം ഇത് ദൈവത്തിനും അറിയാവേ ആണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപേക്ഷകളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കും. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, സ്തോത്രത്തോടെ നിന്റെ ആവശ്യങ്ങളെ അറിയിക്കാം. അപ്പൊ നമ്മുടെ വായിലൂടെയല്ലേ ആവശ്യം വരുന്നത്, അല്ലെ? അപ്പം ആരാണ് ഈ സംസാരിക്കുന്നത്? നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ആരാ ഇരിക്കുന്നത്? അപ്പൊ നമ്മുടെ വായിലൂടെ നമ്മുടെ അപേക്ഷ സംസാരിക്കുമ്പം, പറയുമ്പം ഇത് ആര് കേൾക്കുന്നുണ്ട്? അപ്പൊ നമ്മൾ ആരുടെ കയ്യിലാണ് നമ്മുടെ കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്? നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. നമ്മള് നമ്മുടെ ആവശ്യം, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് ജോലി വേണം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഇതാര് കേട്ടു? എന്നിലുള്ള പരിശുദ്ധാത്മാവ് കേട്ടു. എന്നിൽ ത്രിയേക ദൈവം വസിക്കുന്നെന്ന് വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു. അതാർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വചനമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, നീ എന്തുവാ, എന്റെ വചനം നിങ്ങൾ പ്രമാണിക്കുവാണെങ്കിൽ അവൻ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നിലുള്ള പരിശുദ്ധാത്മാവ് എന്റെ ആവശ്യങ്ങളെ, അതുകൊണ്ടല്ലേ റോമർ 8:26 പറയുന്നത്, നിങ്ങളുടെ സകല ബലഹീനതകളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആരറിയുന്നു? വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാൽ ആത്മാവോ നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പം നമ്മുടെ ബലഹീനതയാ, മനുഷ്യനാണോ നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുക, അതിനും ആര് തുണ നിൽക്കും? ദൈവാത്മാവ് തുണ നിൽക്കും. അപ്പം ഞാൻ ആരുടെ കയ്യിലാണ് എന്റെ വിഷയം ഏൽപ്പിച്ചത്? അപ്പം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് വിഷയം കൈമാറുവാണെങ്കിൽ അതെങ്ങനെ കൊടുക്കണം? സ്തോത്രത്തോടെ. കാരണം കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ കയ്യിലാണോ നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെയാണ് ഡൗട്ടിലേ കൊടുക്കത്തുള്ളൂ. പക്ഷെ വചനം പറയുന്നു, വിചാരപ്പെടാൻ വകയില്ലാതെ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ, സ്തോത്രത്തോടെ നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും ദൈവസന്നിധി കൈമാറുന്നു. അപ്പം വിചാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോ ഈ ഒരു മോട്ടീവ്, അല്ല, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു റെവലേഷൻ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കത്തില്ലേ? ഇല്ലേ? സിമ്പിൾ അല്ലേ? എപ്പോഴും സന്തോഷിക്കത്തില്ല. നമുക്ക് വിഷമിക്കാൻ വല്ല വകയുണ്ടോ? അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ തലയിലെ മുടി വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമുക്ക്. അല്ലെ? ഇതുകൊണ്ടല്ലേ യോഹന്നാന്റെ ലേഖനം പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതല്ലേ?
അപ്പൊ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ആ ആത്മാവല്ലേ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൈ സ്തോത്രത്തോടെ കൊടുക്കുമ്പോ, 7-ാമത്തെ വാക്യം 4:7, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മളൊരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ നമുക്ക് നമ്മുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇത് ടേക്ക് ഓവർ ചെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പുറകിൽ എന്നാ വരും? ഭാരം വരും, അല്ലെ? ദൈവം ഇത് ദൈവം കേട്ടോ, ഇത് ചെയ്യുവോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാന്നറിയാവോ? നമ്മുടെ ആത്മാവിന്റെ ഫലമായ ദൈവിക സമാധാനം നമ്മൾ നമ്മുടെ ജഡം കൊണ്ട് തടയുക. നമ്മൾ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ഒരു കാര്യം ദൈവഹിതപ്രകാരം നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട ഫലവാ എന്ത്? നിന്റെ ആത്മാവ് സന്തോഷിക്കുന്നത് പോലെ നിന്റെ സന്തോഷം എവിടെ വരണം? ദൈവ സമാധാനമായിട്ട് നിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യണം. ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പൊ നിന്റെ അകത്തെ ആത്മാവിനറിയാം എന്തുവാ നിന്റെ കാര്യങ്ങൾ ആരുടെയിലാ കൊടുത്തേക്കുന്നേ? ദൈവസന്നിധി കൊടുത്തേക്കുന്നു. അപ്പം ഇത്രയും നാളും ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വിഷയം നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചെന്നൊരു കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ആത്മാവിനൊരു സമാധാനം ഉണ്ടല്ലോ, എന്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഇതെവിടെ വരണം? ഇത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണം, ഇത് നമ്മുടെ ശരീരഭാഷയിൽ പ്രതിഫലിക്കണം. ആ ഇതാ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളവന്റെ പ്രത്യേകത. അല്ലാതെ മൗണ്ട് എവറസ്റ്റ് കയറാനൊന്നും പോകണ്ട. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന്, നമ്മൾ നിരിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യം മാനിഫെസ്റ്റ് ചെയ്യാം നമുക്ക്. നമ്മൾ നമ്മൾ കേവലം പ്രാർത്ഥനാ വിഷയത്തിലെ ആറ്റിറ്റ്യൂഡിനകത്ത് പോലും ദൈവരാജ്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ നമ്മൾ ഈ ദൈവാത്മാവിലുള്ള ഈ സമാധാനവും സന്തോഷവും നമ്മുടെ ശരീരത്തിലൂടെ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ദൈവാത്മാവ് കാക്കും. കാരണം സകല ഡൗട്ടിൽ നിന്നും ആര് കാക്കും? ക്രിസ്തുവേശുവിൽ നിന്റെ നിനവുകളെയും ചിന്തകളെയും നിന്റെ നിനവുകളെയും ഹൃദയങ്ങളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഒറ്റ കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യനെ ഒന്ന് റിലീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുവാണെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം നിന്നിലുള്ളവൻ ഈ ലോകത്തിനേക്കാളും വലിയവൻ. കേവലം ഞാൻ പ്രാർത്ഥനയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതെല്ലാ മേഖലകളിലും നമുക്ക് ആപ്ലിക്കബിൾ ഒരു കാര്യം ഞാൻ പറയും, ഇത് ലോകത്തിന് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ വിശ്വാസ ജീവിതം. ഇങ്ങനെ ജീവിക്കുന്നവർക്കാ പറയാൻ പറ്റുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിന് ധൈര്യമായിട്ട് പറയാം, എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇങ്ങനെ ജീവിക്കുന്നതിന് ധൈര്യമായിട്ട് പറയാം, എന്ത്? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നത് അത്ര എന്റെ ആഹാരം. ദ മോസ്റ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്, നമ്മളെ ചലഞ്ച് ചെയ്യേണ്ട ഒറ്റ കാര്യം, ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതേ സെയിം പേഴ്സണാലിറ്റി, ക്രിസ്തുവിന് ഒരു വ്യക്തിയോട് തോന്നുന്ന അതേ സെയിം ആറ്റിറ്റ്യൂഡും അതേ സെയിം കമ്പാഷനും ആയിരിക്കും ഉള്ളിൽ നമ്മുടെ പരിശുദ്ധാത്മാവിന് തോന്നുന്നത്. ആണേ, ഇത് നമ്മുടെ ജഡത്തിലൂടെ എപ്പം റിലീസ് ചെയ്യുന്നോ അന്നേരം നമ്മൾ ക്രിസ്തുവിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനാ
21 വാക്യം, എന്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവൻ അവനിൽ ഞാൻ വസിക്കും, അവനെ ഞാൻ അവന് എന്നെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തും. സിമ്പിൾ. ഹി വിൽ റിവീൽ ഹിംസെൽഫ് ടു us through us. ഇതിനെ നമ്മളെ നടത്തുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ദൈവവചനം. ഇതാ എല്ലാത്തിന്റെ അടിസ്ഥാനം. ഹോളിനെസിന്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ബേസിക് 2 ക്രൈറ്റീരിയ: ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇതിൽ നമ്മൾ എത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആകുന്നു, ഇതിൽ നമ്മൾ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡും റൂട്ടഡ് ആകുന്നു, ലൈഫ് ഈസ് അമേസിങ്. നമ്മൾ ചുമ്മാ അന്ധന്മാര് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കത്തില്ല. വി ഹാവ് എ കോൺഫിഡൻസ്. കാരണം എന്നതാ? നമ്മുടെ അകത്തിരിക്കുന്നതിന്റെ പവർ നമുക്കറിയാം. ദൈവം തന്നതിന്റെ വില അറിയാതെ പോകല്ലേ പ്ലീസ്. ദൈവം തന്നതിന്റെ വില അറിയാതെ പോകല്ലേ. സിമ്പിളായിട്ട് 1 കൊരിന്ത്യർ 3 ലാസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആശ്രയിക്കാനാണോ വചനമില്ലാത്തത്? 1 കൊരിന്ത്യർ 3:21, 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 21 വാക്യം, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളത് അല്ലോ. 22, പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. 23, ഒറ്റ കണ്ടീഷൻ, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തു ദൈവത്തിനുള്ളവർ. കർത്താവ് ആഗ്രഹിക്കുന്ന ഈ വണ്ണസ് കേട്ടോ. ഹെവൻലി റലം, ഹെവൻലി സ്റ്റാൻഡേർഡ് ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ, ഈ ഇരുട്ട് നിറഞ്ഞ ഡാർക്ക്നെസ് നിറഞ്ഞ ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹെവൻലി റലം ഈ എർത്ത്ലി മേഖലകൾ അത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വണ്ണസിൽ നിന്നാലേ പറ്റത്തുള്ളൂ. ഈ വണ്ണസിൽ നിൽക്കണം. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു ദൈവത്തിനുമുള്ളവനാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ വചനത്തിലൂടെ ദൂത് പറയാം, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. നമ്മളെ വഴി നടത്തേണ്ടത് ദൈവവചനമാണ് കേട്ടോ. നമ്മളെ വഴി നടത്തേണ്ടത് ദൈവവചനമാണ്. ദൈവവചനം. അതുകൊണ്ടാ മത്തായി 7 പറഞ്ഞേക്കുന്നത്, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. സിമ്പിൾ ആയിട്ട് കർത്താവ് ഗിരിപ്രഭാഷണം കൊണ്ട് നിർത്തിയേക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടാ. ഒന്നെടുക്കാവോ എല്ലാവർക്കും? മത്തായി 7 അതുകൂടെ ധ്യാനിച്ചിട്ട് നമുക്ക് തീർത്ത്. ദൈവത്തിന്റെ ആത്മാവ് പോകുന്ന പോലെ പോട്ടെ. എനിക്ക് അങ്ങനെ ശുശ്രൂഷിക്കാനാണ് ഇഷ്ടം. എനിക്ക് യോഹന്നാൻ 14 തീർത്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എപ്പോഴും തീർക്കണം എന്ന് പറഞ്ഞാ വരുന്ന. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പോകുന്ന പോലെ പോട്ടെ. 17 വാക്യം, 7:17, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പം നല്ല ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് കായ്ക്കണം? നല്ല ഫലം കായ്ക്കണം. അപ്പം ആകാത്ത ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി, വി ആർ നോട്ട് അലൗവിങ് ഹോളി സ്പിരിറ്റ് ടു ഇന്റർവീൻ ഇൻ അവർ ലൈഫ്. സിമ്പിൾ. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ആകാത്ത ഫലം പലപ്പോഴും, വചനവിരുദ്ധമായ ഫലം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നു. അതിന്റെ കൂടെ നിങ്ങൾ റോമാലേഖനം 8:11 എടുക്കാവോ? സോറി, ഞാൻ നിങ്ങളുടെ ഈ വാക്യം ഇങ്ങനെ ഓടിപ്പിച്ച് വിടുന്നതുകൊണ്ട്
നിങ്ങളൊന്നും വിചാരിക്കില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം എനിക്ക് ഓർമ്മ വരുന്നത്. ദൈവത്തിന് ആത്മാവിനെ ഓർപ്പിച്ചു തരുന്നത് വചനമായതുകൊണ്ട്, വചനത്തിന് സകലവും കഴിയുന്നത് കൊണ്ടോ ഞാൻ എന്റെ കുറെ വാക്ക് കുറച്ചിട്ട് ഞാൻ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. വചനം നിങ്ങളെ ചേഞ്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് ആരിൽ വസിക്കുന്നു? നമ്മൾ വസിക്കുന്നു. ഇതേ ആത്മാവിനല്ല മറിയയുടെ ഗർഭപാത്രത്തിൽ യേശു ഉൽപാദിക്കപ്പെട്ടതും, അല്ലെ? അപ്പം അതേ ആത്മാവ് തന്നെ എന്തുവാ? മരിച്ചവരിൽ നിന്ന് അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൽ, ക്രിസ്തുവിലുള്ള അതേ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ, 12-ാമത്തെ വാക്യം, വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 12, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല. അപ്പൊ നമ്മൾ ആർക്കാ കടക്കാരനാകുന്നത്? നമ്മൾ വീണ്ടും ജനിച്ചിട്ട്, ബോൺ അഗെയിൻ ആയിട്ട്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിട്ടും നമ്മൾ വീണ്ടും ജഡത്തിന്റെ ഇച്ഛ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആത്മാവിന് കടക്കാരാകുക. 13-ാമത്തെ വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. പക്ഷെ അവിടെ ഒരു പ്രോമിസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്തുവാ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ. അപ്പൊ വീണ്ടും ജനിച്ചു കഴിഞ്ഞ് ഓരോ വ്യക്തിക്കും ഓരോ ദൗത്യമുണ്ട്. എന്തുവാ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും കോപമോ എന്തെങ്കിലും, എന്തുവാ, ജഡത്തിന്റെ പ്രവൃത്തി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, we can release the Holy Spirit into that matter. We can submit our things into the hands of Holy Spirit. അങ്ങനെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്. സിമ്പിൾ. എന്തുവാ? if by the Holy Spirit you are putting to death. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ദൈവവചനപ്രകാരം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇപ്പം ഞാൻ ഭയങ്കര കോപമുള്ളവനാന്ന് വിചാരിക്കുക. അപ്പം വചനം പറയുന്നു കോപിക്കുന്നത് തെറ്റാണ്. അപ്പം എനിക്ക് സ്വയമായിട്ട് അതിൽ ജയം എടുക്കാൻ പറ്റത്തില്ല. ഇഫ് വി വില്ലിംഗ്ലി അലൗ, നമ്മുടെ പെർമിഷനോടെ, കോൺഷ്യസ് ഡിസിഷനോടെ വി ആർ അലൗവിങ് ദ ഹോളി സ്പിരിറ്റ് ടു ടേക്ക് ദാറ്റ് മാറ്റർ, ഹി വിൽ പുട്ട് ടു ഡെത്ത് ദാറ്റ് സ്പെസിഫിക് മാറ്റർ. ഓൺലി ഇഫ് വി അലൗ. നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഇന്റർവീൻ ചെയ്യുവാൻ നമ്മുടെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ, he will take over the matter. ഇതാണ് ആകാത്ത ഫലം നല്ല ഫലമാക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫലം എങ്ങനെ കായ്ക്കാം? ഇഫ് യു ആർ അലൗവിങ് ദ ഹോളി സ്പിരിറ്റ് to deal every matter in our life. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ മാനിഫെസ്റ്റ് ചെയ്യണം, ഇത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യണം, ഇത് നമ്മുടെ മിനിസ്ട്രിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം, ഇത് നമ്മുടെ ഫാമിലിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം. ഒരു മനുഷ്യൻ എന്തെല്ലാം സിറ്റുവേഷനിലൂടെ പോണോ ഇതെല്ലാം അവന്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു മനുഷ്യന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവമക്കളാകും. പേടിക്കണ്ട കേട്ടോ. അതിന് 8:15 ഒരു വാക്യമുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചു. ധൈര്യമായിട്ട് വിളിക്കാം കേട്ടോ, ധൈര്യമായിട്ട് വിളിക്കാം. നമുക്ക് അതിനുള്ള ഭയങ്കര ബോൾഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഭയങ്കര അതോറിറ്റി ഉണ്ട്. നമുക്ക് ദൈവത്തെ ധൈര്യമായിട്ട് വിളിക്കാം, കർത്താവേ ഹെൽപ്പ് മീ. ഞാൻ ഫുള്ളായിട്ട്, ഞാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു, ഹെൽപ്പ് മീ.
ഭയത്തോടൊന്നും വിളിക്കണ്ട, ധൈര്യമായിട്ട് ഓപ്പൺ ആയിട്ട് വിളിക്കാം. അബ്ബാ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിക്കാനാ പറഞ്ഞേക്കുന്നത്. ഒരു ഭയം പോലും വേണ്ട, ഒരു ഭയം പോലും വേണ്ട. ഇങ്ങനെ നമ്മൾ സകല ഏരിയയും ദൈവാത്മാവിന് വിട്ടുകൊടുത്താൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് എന്തെല്ലാം ചെയ്യണോ ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ചെയ്തോളും. മത്തായി 7:20-21 ഇത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ ഇന്നത്തെ നിർത്താം. എനിക്കറിയാം ഞാൻ യോഹന്നാൻ 14 തീർത്തില്ലെന്ന് എനിക്കറിയാം. ബട്ട് അത് അടുത്ത ആഴ്ച ഞാൻ തീർക്കുന്നതായിരിക്കും. മത്തായി 7:20-21 ആകയാൽ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ. ഒറ്റ വാക്യം, എന്റെ പിതാവിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പരിശുദ്ധ ആത്മാവ് നമ്മളിൽ ഓരോരുത്തരും വസിക്കുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധ ആത്മാവിനുള്ള പേഴ്സണാലിറ്റി തന്നെ നമ്മുടെ ജീവിതത്തിലൂടെയും പുറപ്പെടണം. ഇതാ ദൈവേഷ്ടം. നമ്മൾ തന്നെത്താൻ ജീവിക്കുവാണെങ്കിൽ വി വിൽ ഗ്ലോറിഫൈ അവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തും. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിനുള്ളത് എടുത്ത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ റിലീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതം കോൺസ്റ്റന്റ്ലി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. സോ സിമ്പിൾ. കർത്താവ് പോലും വാല്യൂ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആകട്ടോ. കോൺസ്റ്റന്റ് ഫെലോഷിപ്പ്, കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ്. അതിന്റെ 22 വാക്യം, കർത്താവേ കർത്താവേ. എല്ലാവർക്കും ഡൗട്ടുള്ള വാക്യം ഇത്. നിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിക്ക്, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ വന്ന് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും അറിയുന്നു. ഐ നെവർ ന്യൂ യു. ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. കാരണം നിങ്ങൾ എന്റെ മക്കളാന്ന് പറയുന്നു, ബട്ട് എന്റെ ഫലം, എന്റെ സ്വഭാവം ഒന്നും നിങ്ങളിലില്ല. എന്റെ ഫലം ഒന്നും നിങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. പിന്നെ എങ്ങനെ പറയും? നമുക്കിന്നൊരു തീരുമാനം എടുക്കാം. ദൈവ ഇഷ്ടം അനുസരിച്ച്, ദൈവ ഇഷ്ടം എൻക്വയർ ചെയ്ത്, ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പെർഫെക്റ്റ് വില്ലില് ജീവിക്കാൻ ഇന്ന് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ദൈവാത്മാവിന്റെ ഭയങ്കര ഒരു ഫേവർ നിങ്ങളെ മേൽ വെളിപ്പെടും. ഭയങ്കരമായിട്ട്. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് ആരും കടക്കുന്നില്ലെന്ന് പറഞ്ഞ ക്രിസ്തു തന്നെ പറഞ്ഞു, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് എന്തെല്ലാം ഉപദേശം തരണോ അതെല്ലാം ഉപദേശിച്ചു തരും. Only if we are cooperating with him, only if we are ready to release the treasure that God laid in us. It's a challenge for everyone. ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, നമ്മുടെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസി ആയിരിക്കരുത്. നമ്മുടെ ബെഞ്ച് മാർക്ക് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ക്രിസ്തുവിലായിരിക്കണം. അവൻ നടക്കേണ്ടതുപോലെ, അവൻ നടന്നതുപോലെ നമ്മൾ നടക്കണം. ഇതിനു വേണ്ടിയാ ആരുള്ളിൽ വന്ന് വസിക്കുന്നത്? ത്രിയേകതയോ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. ഇത് തന്നെ അല്ലേ നമ്മുടെ ആശീർവാദം? നമ്മളെ വീട്ടിൽ പോകാനുള്ള ധൃതിക്ക് നമ്മൾ ഇത് ആരും കേൾക്കാറില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഈ ഒരു പെർഫെക്ഷനിലോട്ട് നടത്താൻ വേണ്ടിയാ
പിതാവ് നമ്മളെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിലൂടുള്ള സകല കാര്യവും ഫ്രീ ആയിട്ട്, അൺമെറിറ്റഡ് ഫേവർ, കൃപ നമുക്ക് അവൈൽ ചെയ്ത് തന്നു. ഇതെല്ലാം നമുക്ക് അവകാശമാക്കാൻ, ഇൻഹെറിറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മ നമ്മളോട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളോട് കൂടെ. ഇത് പറഞ്ഞാ നമ്മളെ വീട്ടിലോട്ട് വിടുന്നത്. പലപ്പോഴും നമ്മൾ പോകാനുള്ള ധൃതി കൊണ്ട് ഇതിന്റെ ആഴം മനസ്സിലാക്കാത്തതാണ്. ഒരാഴമേറിയ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, ദൈവ ഇഷ്ടം എൻക്വയർ ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, the only one thing is allow the Holy Spirit to take control over your life in every matter, ministry aspect മാത്രമല്ല, every matter. ഒന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളൊന്ന് സമർപ്പിക്കുക. ബിക്കോസ് എവ്രി കൺഫെഷൻ ദാറ്റ് പ്രൊസീഡ്സ് ഔട്ട് ഓഫ് ദ മൗത്ത്, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സകല കൺഫെഷനും ഏറ്റുപറച്ചിലും ദൈവാത്മാവ് വാല്യൂ ചെയ്യും. നിങ്ങൾ പറയാനുള്ള താമസമേ ഉള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈ വായിലൂടെ വെളി വരുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാധനം നിങ്ങളുടെ ജഡത്തെ പൊട്ടിച്ച് വായിലൂടെ വരുവാണെങ്കിൽ ഇത് ആര് മാർക്ക് ചെയ്യും? ദൈവാത്മാവ് മാർക്ക് ചെയ്യും. നിങ്ങളൊന്ന് കൺഫസ് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വാക്ക്, ഒരു തീരുമാനം നിങ്ങളൊന്ന് എടുക്കുക. എന്റെ കർത്താവെ, ഞാൻ എന്റെ എല്ലാ മേഖലകളിലും ഞാൻ ദൈവാത്മാവിനെ ഡിസിഷൻ എടുക്കാൻ ഞാൻ റിലീസ് ചെയ്യും. ഈ വണ്ണസില് ദൈവാത്മാവ് അനുവദിക്കുന്ന രീതിയിൽ ഞാൻ നടക്കും. ഒരു നിമിഷം പോലും ഈ വണ്ണസ് വിട്ട് ഞാൻ പുറത്തോട്ട് പോത്തില്ല. എനിക്ക് ലോകവുമായിട്ട് ഐഡന്റിഫൈ ആകണ്ട. എനിക്ക് ഐഡന്റിഫൈ ആകുവാണെങ്കിൽ ദൈവാത്മാവുമായിട്ട് ഐഡന്റിഫൈ ആയാൽ മതി. ദൈവിക കാര്യങ്ങളിൽ എനിക്ക് ഐഡന്റിഫൈ ആയാൽ മതി. അല്ലാതെ ലോകത്തോട് എന്റെ പേര് ചേർക്കണ്ട. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ. നിങ്ങൾ ഇത് ദൈവസന്നിധിയിൽ എടുക്കാൻ തയ്യാറാകുവാണെങ്കിൽ നിങ്ങളുടെ പ്രെയർ ലൈഫ്, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ്, നിങ്ങളുടെ നോർമൽ, നിങ്ങളുടെ ഈ 7, 8 അല്ല ഏറെ ആയാലും 80 സംവത്സരം നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യും. കാരണം വചനം പറയുന്നു, ക്രിസ്തുവിലുള്ള സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചെങ്കിൽ അതേ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു എങ്ങനെ നടന്നോ അതേപോലെ ഈ താണ ലോകത്ത് നടക്കാൻ നമ്മളെ ദൈവം സഹായിക്കും. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു വാക്ക്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ വചനത്തിലുള്ള ധൈര്യം, വചനത്തിലുള്ള പ്രത്യാശ, വചനത്തിലുള്ള ആഴമേറിയ മർമ്മങ്ങളാൽ ഉളവാകുന്ന വിശ്വാസം, ഇതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയം ദൈവാത്മാവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് ദൈവാത്മാവിന് മാത്രമേ അറിയത്തുള്ളല്ലോ. അപ്പം ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് എന്റെ കർത്താവാണെങ്കിൽ, ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവ സന്നിധിയിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ദൈവാത്മാവിലൂടെ ഞങ്ങളെ റിവീൽ ചെയ്യണം. ദൈവാത്മാവിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാകട്ടെ. ദൈവാത്മാവിന്റെ ഹിതം ഞങ്ങളുടെ ഹിതമാകട്ടെ. അതിന് ഞങ്ങൾ മറുതലിക്കുന്നില്ല അപ്പ. ആത്മീയ ഫലങ്ങൾ ഞങ്ങളിലൂടെ പുറപ്പെടട്ടെ. ഒരു ജഡത്തെ ജയിക്കുവാൻ, ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിൽ ജയിക്കുവാൻ ദൈവം ധാരാളമായി കൃപ ചെയ്യണം. അപ്പൊ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാകുന്നു, അത് മനുഷ്യന്റെ ഉള്ളറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിരിപ്പും ഉള്ളറകളെയും ഒക്കെ ദൈവവചനത്താൽ ഒന്ന് ശോധന ചെയ്ത് അത് ദൈവസന്നിധിയിൽ ദൈവാത്മാവിന് പൂർണ്ണമായി വിട്ടുതരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കൃപ ചെയ്യണം. അപ്പൊ നിരന്തരം കോൺസ്റ്റന്റ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇത് ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളുടെ ബോഡിയിൽ
മാനിഫെസ്റ്റ് ചെയ്യട്ടെ. വചനം പറയുന്ന ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞങ്ങളുടെ കേവലം മുഖത്തിന്റെ ആ പോസ്റ്റർ കൊണ്ട് ദൈവരാജ്യം മാനിഫെസ്റ്റ് ആകട്ടെ. അപ്പ ദൈവരാജ്യം ഞങ്ങളുടെ ഔട്ട്ലുക്ക് കൊണ്ട് ദൈവരാജ്യം മാനിഫെസ്റ്റ് ആകട്ടെ. ക്രിസ്തു ഞങ്ങളിലൂടെ മാനിഫെസ്റ്റ് ആകട്ടെ. ഹല്ലേലൂയ. തീച്ചൂളയുടെ നടുവിലും സന്തോഷത്തോടെ ഓടി നടക്കുവാൻ. കാരണം നാലാമതൊരു വ്യക്തി അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, ഡിസ്റ്റിങ് ചെയ്യുന്ന നാലാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി ഞങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ ആഴമേറിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നടത്തണം. ഓൺലി കോൺഫിഡൻസ് വി ഹാവ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ഞങ്ങൾ വരിക. യേശു ക്രിസ്തു മുഖാന്തരം ധൈര്യത്തോടെ ഞങ്ങൾ തക്ക സമയത്ത് കരുണ ലഭിക്കാനും തക്ക സമയത്ത് കൃപ ലഭിക്കാനും ധൈര്യത്തോടെ ഞങ്ങൾ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. അങ്ങ് ചെയ്യുന്നതിനായി, അങ്ങ് സകലവും നന്മയ്ക്കായി ചെയ്യുന്നതിനായി സ്തോത്രം. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. സകലവും നന്മയ്ക്കായി കൂടി കൂടി വന്ന ഈ ഓരോ വ്യക്തികളെയും എന്റെ അപ്പ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലവും അങ്ങയുടെ നാം മഹത്വത്തിനായി തീരട്ടെ. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, മനുഷ്യനിൽ പ്രസാദിക്കാതെ, മനുഷ്യനിൽ പ്രശംസിക്കാതെ, ക്രിസ്തുവിൽ പൂർണ്ണമായി പ്രശംസിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. അതിനായി സ്തോത്രം.